Watch full episodes on Jio Hotstar. ഈ ഔലെങ്ങാണ് നമ്മളെ ടച്ച് ചെയ്താ അപ്പൊ നമ്മൾ ഔട്ടായി പോകും. നമ്മൾ കോമ്പറ്റീഷനിൽ ഔട്ട് ആകുന്നാണോ നീ പേടിക്കുന്നത്? നമ്മൾ ജീവിതത്തിൽ തന്നെ ഔട്ട് ആവാനാ പോകുന്നത്. ഇത് നമ്മൾ തിന്നുന്ന തോന്നുന്നത്. ഈ വഴി അപകടം പിടിച്ചതാന്നാ തോന്നുന്നത്. ഈ ഗോൾഡൻ ഔൾ എവിടെയാണാവോ ഉണ്ടാവുക? ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ എത്തിച്ചേർന്ന പോലെയുണ്ട്. രുദ്ര, നമ്മൾ ഒരുപാട് ഓടിയതല്ലേ. ഇപ്പൊ റിവർ സൈഡിൽ നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം. ആയിക്കോട്ടെ, നമ്മളിപ്പോ പിക്നിക്കിനല്ലേ വന്നിരിക്കുന്നത്. ആമയുടെയും മുയലിന്റെ കഥ നീ മറന്നുപോയോ? നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഇവിടെ ഇരുന്നാലേ നമ്മുടെ പുറകിൽ നിന്ന് ആരെങ്കിലും വന്ന് ഗോൾഡൻ ഔലും കൊണ്ട് പറന്നു പോകും. മൈറ ഈസ് റൈറ്റ് വരുൺ. പക്ഷെ ഇത്രയും വലിയ ഏരിയയിൽ നമ്മൾ ഗോൾഡൻ ഔളെ എങ്ങനെ തേടി കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഒരു ക്ലൂ പോലും ഇല്ലല്ലോ. എന്നാ ശരി, വാ നമുക്ക് താഴോട്ട് പോവാം. രക്ഷപ്പെട്ടു. ഇനി ഏത് വഴിക്കാ പോണ്ടത്? രുദ്രയെ നമ്മൾ വാച്ച് ചെയ്യണം ബോസ്. നമ്മളെ വിട്ടിട്ട് ആ മൗണ്ടന്റെ നേർക്ക് എന്തിനാ പറന്നു പോയത്? I have an idea. ഗോൾഡൻ ഔൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അവിടേക്ക് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചതാ. ഇതൊന്ന് തടഞ്ഞു പക്ഷെ എപ്പോഴും നിന്റെ മാജിക് ഒക്കെ നീ എന്നെ വെച്ചാണല്ലോ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. സാൻഡി ബോസ്, നിങ്ങളുടെ പ്ലാൻ അടിപൊളിയാ. രുദ്രയെ നമുക്ക് ഫോളോ ചെയ്യാം. അവൻ നമ്മളെ ഗോൾഡൻ ഔളിന്റെ അടുത്തെത്തിക്കും. സാൻഡി എപ്പോഴും സോളിഡ് പ്ലാനേ ചെയ്യുള്ളൂ. ഗോൾഡൻ ഔൾ കിട്ടിയതും അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞാൻ ആ ഗോൾഡൻ ഔൾ തട്ടിപ്പറിച്ച് എസ്കേപ്പ് ആകും. പക്ഷെ എന്തായാലും രുദ്ര ആ ഗോൾഡൻ ഔൾ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. മൈറ, നിന്റെ മാജിക് ഇപ്പൊ വർക്കൗട്ട് ആയിരിക്കാണ്. ആ തടി ഇതാ പറന്നു പോകുന്നു. കണ്ടില്ലേ, മൈറയുടെ മാജിക് പോലെ തന്നെ ആ തടിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പറക്കുന്നത്. അങ്ങോട്ട് നോക്കൂ വരുൺ, മൈറയുടെ മാജിക് ഫ്ലോപ്പ് ആയിട്ടില്ല. കണ്ടില്ലേ, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് ആണ്. റിവറിന്റെ ഫ്ലോ, വാട്ടർഫാളിലുള്ള വെള്ളം, ശരിക്കും പറഞ്ഞ ഫിഷസ് പോലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നീന്തുന്നത്. ആ തടി റോങ് ആയിട്ടല്ല, റൈറ്റ് ഡയറക്ഷനിലാണ് പോയത്. രുദ്ര, എന്ന് വെച്ചാൽ നമ്മൾ വാട്ടർഫാളിന്റെ അപ്പുറത്ത്, അതായത് മുകളിലോട്ട് പോകണം.
നിങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും രുദ്ര. ബൈ ബൈ. മമ്മി രക്ഷിക്കണേ. അവര് രണ്ടുപേരും ശരിക്കും മണ്ടരാണ് വന്നിരിക്കുന്ന രുദ്രയെ തോൽപ്പിക്കാൻ. ഈ തമാശ കണ്ട് ഒരുപാട് സമയം പോയല്ലോ. ഇപ്പൊ എത്രയും പെട്ടെന്ന് വാട്ടർഫാളിന്റെ മുകളിലേക്ക് ചെല്ലണം. വെള്ളത്തിന്റെ മുകളിൽ കൂടി പറന്നു പോയാൽ ഇലക്ട്രിക് ഫിഷസ് വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നന്നായിട്ട് പുറകെ പിടിച്ചിരുന്നോളൂ. സൂക്ഷിച്ചേ. ബബിൾ, നിന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ വലിയൊരു ബബിൾ ഉണ്ടാക്ക്. നമുക്ക് അതിൽ കയറി പിടിച്ച് മുകളിലോട്ട് പോവാം. ഓക്കേ ബോസ്. അത് ശരി. അപ്പൊ അതാണല്ലേ കാര്യം. അത്യാഗ്രഹം കാണിച്ച് ജെനി ജോഡി ഇവിടുന്ന് പോയി കഴിഞ്ഞു. നമ്മൾ മുകളിൽ എത്തിയ ഉടനെ ആ ഗോൾഡൻ ഔൾ എടുത്തോണ്ട് നമുക്ക് ഇവിടുന്ന് പോയേക്കാം. സാൻഡി ബോസ്, we are in trouble. നമ്മൾ വെള്ളത്തിൽ വീണാൽ അടുത്ത നിമിഷം നമ്മൾ ഔട്ടായി പോകും. സാൻഡി ബോസ്, എന്തായാലും ഈ കോമ്പറ്റീഷനിൽ നമ്മൾ തോറ്റുപോയെന്നർത്ഥം. വടി അവിടെയുണ്ട്. അതാ റോക്കിനെ ചുറ്റി ചുറ്റി വരികയാണല്ലോ. എന്ന് വെച്ചാൽ ഗോൾഡൻ ഔൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നിന്റെ മാജിക് അടിപൊളിയാ. ആ തടിയാണ് ഇപ്പൊ നമുക്ക് ശരിക്കുള്ള വഴി കാണിച്ചു നിൽക്കുന്നത്. നമുക്ക് റോക്കിന്റെ അടുത്തേക്ക് പോവാം. കൊച്ചു കള്ളന്മാർ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞോ? മൈറ, നമ്മൾ ഇവിടേക്ക് പിക്നിക്കിനല്ലേ വന്നിരിക്കുന്നത്. റിയലി താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ബൈ ബൈ രുദ്ര. ജെനി ജോഡി മണ്ടത്തരമൊക്കെ കാണിക്കാം, പക്ഷെ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കണം. നെക്സ്റ്റ് ടൈം ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കണം കേട്ടോ. എനിക്ക് തരാനാ പറഞ്ഞത്. ഇപ്പോൾ ഇത് എന്റെ കയ്യിലാ. ഈ ഗോൾഡൻ അവൾ നിന്റേതുമല്ല, പിന്നെ നിന്റേതുമല്ല രുദ്ര. ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, രണ്ട് പൂച്ചകൾ തല്ലുകൂടുന്നതിനിടയിൽ എലി രക്ഷപ്പെട്ട കഥ. ബൈ ബൈ, സീ യു ഇൻ ദി സ്കൂൾ. നോ നോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഗോൾഡൻ ഔൾ എനിക്ക് വേണം.
എന്തിനാ ഈ കരയുന്നത്? ഞാൻ കറിയാതെ പിന്നെ എന്താ ചെയ്യുക? ഗോൾഡൻ ഔൾ എനിക്ക് വളരെ അത്യാവശ്യമാണ്. എനിക്ക് അതിശക്തനൊന്നും ആവേണ്ട ആവശ്യമില്ല. അതൊക്കെ വെറും കള്ളക്കഥകളായിരുന്നു. സത്യം പറഞ്ഞാൽ ഗോൾഡൻ ഔൾ എനിക്ക് എന്റെ മകന് കൊടുക്കാനായിരുന്നു. കണ്ടില്ലേ, ഇയാളിരുന്ന് ഇങ്ങനെ കരയുന്ന കണ്ടില്ലേ? എന്റെ മകന് സ്കൂളിൽ ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല. കാരണം അവനൊരു പി യൂണിറ്റ് മകനാണ്. പഠിക്കുന്ന കാര്യത്തിലും അവൻ നമ്പർ 1 അല്ല, കളിക്കുന്ന കാര്യത്തിലും അല്ല, മറ്റൊരു ആക്ടിവിറ്റീസിലും അവനില്ല. അവന്റെ കാര്യം ഓർക്കുമ്പോഴായി എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെയൊന്നും പറയരുത്. ഓരോ മനുഷ്യനും ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ മകനും സ്പെഷ്യൽ ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഒരു പക്ഷെ നിങ്ങളത് തിരിച്ചറിഞ്ഞു കാണില്ല. ക്വാളിറ്റി എന്ന് പറയുമ്പോ അവൻ ആകെ ഒരു ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. അത് ഒരു നെഗറ്റീവ് ആണ്. എപ്പോഴൊക്കെ അവന് ദേഷ്യം വരുന്നുവോ അപ്പോഴൊക്കെ അവന്റെ ടോട്ടൽ ബോഡിയും തീ പോലെ അങ്ങ് ചൂടാവും. എന്ത് നേരത്തെ പറഞ്ഞ നന്നായി. തീർച്ചയായിട്ടും അവന്റെ അടുത്ത് പോലും ഞാൻ പോവില്ല. കണ്ടോ, നീ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത്. ആ ഗോൾഡൻ ഔൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാനിത് അവന്റെ കയ്യിൽ കൊടുത്ത് സ്കൂളിൽ പറഞ്ഞയക്കുമായിരുന്നു. അപ്പൊ പിന്നെ സ്കൂളിലെ അവനെ അവോയ്ഡ് ചെയ്യുന്ന എല്ലാ കുട്ടികളും അവന് പിന്നാലെ തന്നെ ചുറ്റിക്കറങ്ങുമായിരുന്നു. അവൻ സ്കൂളിലെ ഹീറോ ആയി മാറുമായിരുന്നു. അവൻ വളരെ ഇന്നസെന്റ് ആണ്. തുറന്നു പറഞ്ഞാൽ അവന് ഒട്ടും ആത്മവിശ്വാസമില്ല. ഒരു പക്ഷെ ഗോൾഡൻ ഔൾ അവന് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അവന് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടായേനെ. ഓഹോ, അല്ല, ഒരു കാര്യം പറയുമോ? നിങ്ങൾ ഈ അവൻ അവൻ എന്ന് പറയുന്നത് ആരവൻ? അവൻ എന്റെ ഒപ്പം തന്നെ വന്നിട്ടുണ്ട്. അവന്റെ പേര് അപ്പു എന്നാണ്. ആ അതെ, അപ്പു. ഞാൻ വരുന്ന വഴിയെല്ലാം അവന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ച് അവനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും നേരമായിട്ടും അവൻ ഇവിടെ എത്തിച്ചു തന്നിട്ടില്ല. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ അപ്പുവിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത്. നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണ്, പക്ഷെ മാർഗം തെറ്റാണ്. എന്നാലും ഞാൻ വാക്കു തരുന്നു, അപ്പുവിനെ സേഫ് ആയിട്ട് ഞാൻ തിരിച്ച് സ്കൂളിൽ എത്തിക്കും. നിങ്ങൾ സ്കൂളിലേക്ക് പോകോളൂ. താങ്ക് യു രുദ്ര, താങ്ക് യു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടില്ല. ഇപ്പോഴത് സാധ്യമായിരിക്കുകയാണ്. ഇതിപ്പോൾ ഗോൾഡൻ ഔൾ കോമ്പറ്റീഷനിലെ ചാമ്പ്യൻസിനെ വെൽക്കം ചെയ്യേണ്ട സമയമാണ്. ഒരു വലിയ കയ്യടിയോടെ ചാമ്പ്യൻസിനെ വരവേൽക്കാം. ഹലോ എവരിബഡി, ഞങ്ങൾ എത്തി കഴിഞ്ഞു. ജെനി ജോഡി, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ ഗോൾഡൻ ഔൾ അതെവിടെ? ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഗോൾഡൻ ഔളിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് മാം. പ്രസന്റിംഗ്. അതെവിടെ പോയി? ജെനി, നീ ഏത് ഔളിന്റെ കാര്യം പറഞ്ഞ? എന്ത്? അവളെവിടെ? നമ്മളതിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നതല്ലേ? ആരോ ഇക്കാര്യത്തിൽ നമ്മളെ ചീറ്റ് ചെയ്തിരിക്കുക. ചീറ്റേഴ്സ് ഒരിക്കലും ചീറ്റിങ്ങിനെ കുറിച്ചൊന്നും സംസാരിക്കരുത്. ശരിക്കുമുള്ള ഗോൾഡൻ ഔൾ എടുത്തവർ നേരും നെറിയുമുള്ളവരാണ്, നല്ലവരാണ്. അവരവരുടെ ലക്ഷ്യം നേടി. ഞങ്ങൾക്കറിയായിരുന്നു രുദ്ര അല്ലാതെ വേറെ ആർക്കും ഈ ഗോൾഡൻ ഔളെ കണ്ടെത്താൻ പറ്റില്ല എന്ന്. ജോഡി, നമ്മൾ രുദ്രയുടെ കയ്യിൽ നിന്ന് ഗോൾഡൻ ഔൾ തട്ടിപ്പറിച്ചതല്ലേ? പിന്നെ അതെങ്ങനെ രുദ്രയുടെ കയ്യിൽ വീണ്ടും എത്തി? I will explain. അതെന്താന്ന് വെച്ചാൽ, കള്ളന്മാരായ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പ്ലാൻ ചെയ്ത് ഓടി വന്നില്ലേ? അപ്പൊ തന്നെ രുദ്ര ഒരു പെർഫെക്റ്റ് പ്ലാൻ റെഡിയാക്കിയിരുന്നു. അപ്പൊ രുദ്ര ഇത് ചീറ്റിംഗ് ആണ്. ഇത് തെറ്റായ കാര്യമാണ് മാഡം കാണുങ്കോ. ജെനി ജോഡി, ഇത് രുദ്രയാണ്. നിങ്ങൾ രണ്ടുപേരുടെ പ്ലാനിംഗ് അവസാനിക്കുന്ന സ്ഥലത്താണ് രുദ്രയുടെ പ്ലാനിംഗ് സ്റ്റാർട്ട് ആകുന്നത്. Better luck next time. കൺഗ്രാറ്റുലേഷൻ രുദ്ര.
നീയും നിന്റെ ടീമും ചേർന്ന് ഈ കോമ്പറ്റീഷനിൽ വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. പക്ഷേ ഗോൾഡൻ ഔളിനെ ഈ അക്കാദമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? മാഡം, കോമ്പറ്റീഷനിൽ ജയിക്കുന്നതും തോൽക്കുന്നതും സാധാരണയാണ്. ഈ പ്രാവശ്യം ഞാനല്ല, വേറൊരുത്തനാണ് ഗോൾഡൻ ഔൾ കണ്ടെത്തിയത്. എന്താ ഈ പറയുന്നത്? നീ അല്ലെങ്കിൽ പിന്നെ ഗോൾഡൻ ഔളിനെ ആരാണ് കണ്ടെത്തിയത്? ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, please welcome the real winner of today's competition. അപ്പോ ഇവനെ കോമ്പറ്റീഷനിൽ നമ്മൾ എവിടെയും കണ്ടതുപോലെയില്ലല്ലോ. അപ്പോ എന്നോടൊരു കാര്യം സത്യം പറയേ, ഈ അപ്പുവിന്റെ കയ്യില് ഗോൾഡൻ ഔൾ എങ്ങനെയാ വന്നത്? അത് തേടി കണ്ടെത്തിയത് രുദ്രയല്ലേ? തേടി കണ്ടെത്തിയത് രുദ്ര തന്നെയാണ്. പക്ഷെ അവൻ വീണ്ടും ഒരു റോക്കിൽ ഗോൾഡൻ അവൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്ന് വെച്ചാൽ? അതായത് രുദ്ര നിങ്ങളോട് പോവാൻ പറഞ്ഞില്ലേ, അതിനുശേഷം ഈ അപ്പുവിന്റെ ഫോക്കസ് എവിടെയാ? ഗോൾഡൻ ഔൾ ശരിക്കും ഇത് അത് തന്നെയാണോ? ആർക്കും തേടി കണ്ടുപിടിക്കാൻ പറ്റാത്തതാണോ? പക്ഷെ എനിക്ക് കിട്ടിയല്ലോ. നീ ഇപ്പൊ എന്താ ആലോചിക്കുന്ന അപ്പു? വേഗം ചെന്ന് അതിനെ പിടിക്കേ. ഗോൾഡൻ ഔൾ സ്വന്തമാക്കാനുള്ള ഗോൾഡൻ ചാൻസ്. ഇന്നത് എന്റെ കയ്യിൽ നിന്ന് മാർഗം തട്ടിപ്പറിക്കാനാവില്ല. അതേതായാലും നന്നായി. ഞാൻ ഈ ഗോൾഡൻ ഔൾ തേടി കണ്ടെത്തി കഴിഞ്ഞു. ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിലും ഒരു കാര്യം പ്രൂവ് ചെയ്യും. അപ്പു മൊബൈൽ നോക്കാൻ മാത്രമല്ല, അവൻ എന്ത് വിചാരിച്ചാലും അത് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യും. നിങ്ങളുടെ മകന്റെ ആവശ്യം വെറും മോട്ടിവേഷൻ മാത്രമായിരുന്നു. രുദ്ര കറക്റ്റ് സമയത്ത് കറക്റ്റായ സ്ഥലത്ത് അവന് മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്തു. അതിന്റെ റിസൾട്ട് ആണ് ഇത്. നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. താങ്ക് യു സോ മച്ച് രുദ്ര. എന്റെ അപ്പുവിനോട് ചെയ്ത കാര്യമുണ്ടല്ലോ, അതിനുവേണ്ടി എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രുദ്ര ഈസ് ഗ്രേറ്റ്. ആത്മാർത്ഥമായിട്ട് പറയാ. ഇതാ പിടിച്ചോളൂ മാഡം കാനുങ്കോ. ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഈ അപ്പു, ഇവനെ നമ്മൾ എല്ലാവരും കളിയാക്കുമായിരുന്നു. പക്ഷെ ഇന്നവൻ ഇത് ചെയ്തിരിക്കുകയാണ്. ഒരു ബ്രില്യൻ സ്റ്റുഡന്റിന് കഴിയാത്തത് പോലും അവൻ ചെയ്തിരിക്കുന്നു. വെൽ ഡൺ അപ്പു. വി ആർ വെരി പ്രൗഡ് ഓഫ് യു. നിനക്ക് ഈ ട്രോഫിയും സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. നീയാണ് നമ്പർ 1. ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ താങ്ക് യു. അച്ഛാ, ഇത് കണ്ടോ, എനിക്ക് ട്രോഫി കിട്ടിയിരിക്കുക. എനിക്ക് ഒരു കാര്യം മനസ്സിലാവാത്തത്, ഈ അപമാനം ഞാൻ ഇനി എങ്ങനെ സഹിക്കുന്ന ആലോചിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെ രുദ്രയോട് തോൽക്കുന്നത് പോട്ടെ, എന്നാ ഇനി അപ്പോടെ മുമ്പിലാ തോറ്റിരിക്കുന്നത്. സ്റ്റുഡൻസ്, ഈ വർഷത്തെ കോമ്പറ്റീഷൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഈ ഗോൾഡൻ ഔൾ നമ്മളുടെ സ്കൂളിന്റെ പ്രൊട്ടക്ടർ ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരിക്കലും തടവിൽ വെക്കാറില്ല. അടുത്ത വർഷം വീണ്ടും ഈ കോമ്പറ്റീഷൻ നടക്കും. നിങ്ങൾക്ക് വീണ്ടും ഈ ഗോൾഡൻ ഔളിനെ കണ്ടെത്താനുള്ള അവസരവും ലഭിക്കും. അതുവരെ ഐ ആം പ്രൗഡ് ഓഫ് യു രുദ്ര. നീ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ജയ്സിംഗ് നിന്നെ നല്ലൊരു മജീഷ്യനായി മാത്രമല്ല
ഒരു നല്ല മനസ്സുള്ള ഒരു കുട്ടിയായും കൂടി നിന്നെ വളർത്തിയിരിക്കുകയാണ്. താങ്ക് യു മാഡം. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഈ അക്കാദമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നല്ലതായാലും മോശമായാലും അതിനൊക്കെ ഞാനാണ് റെസ്പോൺസിബിൾ. നീ എന്താ കരുതിയത്? ഇത്രയും ഡേഞ്ചറസ് ആയ കോമ്പറ്റീഷനിൽ കുട്ടികളായ നിങ്ങളെ ഞാൻ വാച്ച് ചെയ്യില്ലെന്ന് കരുതിയോ? Watch India's largest kids library only on Jio Hotstar. Download the app now.